Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ 4th മൊഡ്യൂളായ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് പെർ ദ സിലബസ് നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക്സ് ഒന്ന് നോക്കിയിട്ട് പ്രോബബിലിറ്റിയിലേക്ക് പോവാം. സോ ദീസ് ഫസ്റ്റ് വൺ ഈസ് മീൻ. അതായത് അരിത്തമെറ്റിക് ആവറേജ് ആണ്. ആവറേജ് ഓഫ് ഓൾ ദ വാല്യൂസ് ഇൻ എ ഡേറ്റാ സെറ്റ്. നമുക്കത് അറിയാത്ത കാര്യമൊന്നുമല്ല, സിമ്പിൾ ആണ്. ഇതിന്റെ തൊട്ട് താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ കണ്ടോ? അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മീൻ ഓഫ് 20, 22, 28 ആൻഡ് 24. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് 20 പ്ലസ്, ഇതിപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 28 പ്ലസ് 24 ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എത്ര കിട്ടുന്ന? 8, 2, 10, 4, 14, ബാക്കി 1, 2, 4, 6, 8, 9, 94 ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 23.5 അല്ലേ? അതല്ലേ വരുന്നത്? ഓക്കെ, സോ ദാറ്റ്സ് ആൻസർ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മീഡിയൻ. ദ മിഡിൽ വാല്യൂ ഇൻ ആൻ ഓർഡർഡ് ഡേറ്റ സെറ്റ്. സപ്പോസ് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തരുവാണ് എങ്കിൽ നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ ആദ്യം തന്നെ സോർട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് വരുന്ന മിഡിൽ വാല്യൂ ഏതാണോ അതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഈ മീഡിയന്റെ കേസിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. സേ എൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി വാട്ട് 10 ഉണ്ട്, 20, 30, 40 ആൻഡ് 50. ഇത് ഈ സെയിം ഓർഡറിൽ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരൂല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ മിഡിലിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ കേസ് ഓഫ് ദിസ് ഡേറ്റ സെറ്റ് മൈ മീഡിയൻ ഈസ് 30. സി ഇവിടെ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്? നമുക്ക് 5 നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. സപ്പോസ് ദിസ് ഹാസ് 1 മോർ എലമെന്റ് 60. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ മീഡിയൻ കാണുന്നത് 10, 20, 30, 40 and 50. In this case, I have 6 number of values. So, number of elements in the എണ്ണം even ആണ് വരുന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം മിഡിലുള്ള 2 വാല്യൂസ് സെലക്ട് ചെയ്യണം. ഇൻ ദിസ് കേസ് those values are 30 and 40. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, then divided by 2 ചെയ്യുക, then 35 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മോഡ്. അതായത് ഒരു ഡേറ്റ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ഏത് വാല്യൂ ആണ് ഒക്കർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഐ ഹാവ് മൈ ഡേറ്റ ആസ് 10, 20, 20 and 30. In that case, my mode is 20 because 20 is occurring 2 times. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് മൂന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏതൊക്കെയാണ് വരുന്നത്? മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഒരു ഡേറ്റാ സെറ്റിലെ എമൗണ്ട് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സം ഓഫ് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. സിഗ്മ ഓഫ് കോഴ്സ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇനി xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith പൊസിഷനിലുള്ള ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ് ആണ്. ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ് ആയിക്കോട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാണ് വരുന്നത്? എക്സ് ബാർ. അത് വേറൊന്നുമല്ല, മീൻ. മീൻ നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നേ? ആവറേജ്, അരിത്തമെറ്റിക് ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. n ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും പറഞ്ഞ് 3 മെട്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ, മീഡിയൻ, അതുപോലെ തന്നെ മോഡ്. ഈ മൂന്നിനെയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡേറ്റ സെറ്റ് എങ്ങനെയാണ് സ്പ്രെഡ് ഔട്ട് ആവുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വഴി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ അടുത്തൊരു മെഷറാണ് വേരിയൻസ് എന്ന് പറഞ്ഞ വേരിയൻസും. ഇത് രണ്ടുമാണ്
മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടാതെ റേഞ്ച് എന്ന് പറയുന്ന ഒരു മെഷറും കൂടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയത്. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെ സമ്മ് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, തന്നിട്ടുള്ള ഡേറ്റ സെറ്റിലെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഡീവിയേഷൻസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ഈച്ച് എലമെന്റ്. ദെൻ ഈ ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുക. ദെൻ എന്താ ചെയ്യേണ്ടത്? ഈ സ്ക്വയറിനെ എല്ലാം സം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സ്ക്വയർ ഡീവിയേഷന്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ സ്ക്വയർ റൂട്ട് കാണുക. ആ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് ബേസിക്കലി സ്റ്റെപ്പ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ സപ്പോസ് മൈ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ പക്കൽ 10, 12, 14, 16 and 18 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5 എലമെന്റ്സ് ഉണ്ട് എൻ്റെ പക്കല്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ പറഞ്ഞത്? മീൻ കാണാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 10 plus 12 plus 14 plus 16 plus 18 all divided by 5. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഓക്കെ നിങ്ങൾക്ക് 14 ആയിരിക്കും വരാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡീവിയേഷൻസ് കാണണം. ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റും അതുപോലെ തന്നെ നേരത്തെ കണ്ട മീൻ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഫസ്റ്റ് എലമെന്റ് 10 ആയതുകൊണ്ട് 10 minus 14 വിച്ച് ഇസ് ഈക്വൽ ടു -4 ആയിക്കോട്ടെ. നെക്സ്റ്റ് 12 minus 14 is equal to -2. 14 minus 14 is equal to 0. Then 16 minus 14 is equal to 2. 18 minus 14 is equal to 4. Okay, so deviations are here. Third step il endana nammal cheyyunnathu? Ee deviations ne ellam square cheyyam. Third step njan ivide ezhuduvane. So -4 square ennu parayumbol 16 varunnuണ്ട്. 4 then 0 then 4 then 16 അല്ലേ? ഇനി ഇതിന്റെ എല്ലാം സമ്മ് കാണണം മൊത്തത്തില്. ഏത്? ഈ സ്ക്വയേഴ്സിന്റെ എല്ലാം സമ്മ് കാണുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു 40. 12 40. കറക്റ്റ്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്ത്ത് സ്റ്റെപ്പില് വേരിയൻസ്. വേരിയൻസ് വേറൊന്നും അല്ല, നമ്മൾ ഈ സം ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് വിച്ച് വിൽ റിസൾട്ട് ഇൻ 8. ഓക്കെ, സോ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സിഗ്മ ഇസ് ഈക്വൽ ടു √8. ഓക്കെ, ഐ ഹോപ്പ് ദിസ് എക്സാമ്പിൾ ഈസ് ക്ലിയർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക് ആണ് കോറിലേഷൻ. ഇറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പം എന്താണ് ഈ സ്ട്രെങ്ത്? ഹൗ ടൈറ്റ്ലി ദ ഡേറ്റ പോയിന്റ്സ് ഫോളോ എ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡയറക്ഷൻ ആണ് അടുത്തത് പറയുന്നത്. ഡയറക്ഷൻ വേണമെങ്കിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അപ്പൊ പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ. R എന്ന് പറയുന്നത് ദേ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് R എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വെൻ R ഈസ് ഗ്രേറ്റർ ദാൻ 0? R ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ, പോസിറ്റീവ് ആവുമ്പോൾ എന്താണ്? X ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് Y ഇൻക്രീസ് ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് R ലെസ് ദാൻ 0 ആവുമ്പോൾ, X ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Y ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് R 0 ആണെങ്കിലോ നോ ലീനിയർ റിലേഷൻഷിപ്പ് അറ്റ് ഓൾ. ലീനിയർ റിലേഷൻഷിപ്പേ ഇല്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ R കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. അത് ഒന്ന് നോക്കി വെച്ചേക്കണേ. ആറിന്റെ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് into standard deviation of y. That is how we calculate R. Okay, ഇനി ഇതിനകത്ത് ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്
എന്താണ് xi minus x bar into yi minus y bar. അതിന്റെ എല്ലാം എത്ര ഡേറ്റ പോയിന്റ്സ് വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം സം എടുത്ത് ആവറേജ് എടുക്കുക. അതാണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഉണ്ട്. നമ്മൾ നേരത്തെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റേഞ്ച്. ഈ ആറിന്റെ റേഞ്ച് എത്രയാണ് എന്നുള്ളത്. സി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കേരള PSC എക്സാം നേരത്തെ കഴിഞ്ഞതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ചസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിരിക്കുകയായിരുന്നു. അപ്പം ആ റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ 1 വരെ ആവാം. അതായത് -1 ലെസ് ആർ ഈക്വൽ ടു ആർ ലെസ് ആർ ഈക്വൽ ടു 1. സപ്പോസ് ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇൻ കേസ് ഓഫ് 0 നോ കോറിലേഷൻ അറ്റ് ഓൾ. ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാ സെറ്റിന്റെ മീൻ കണ്ടുപിടിക്കാം. നമുക്കിവിടെ ഒരു ഡേറ്റാ സെറ്റ് അല്ല 2 ഡേറ്റാ സെറ്റ്സ് കാണും, എക്സും വൈയും. ദെൻ എന്ത് ചെയ്യണം, ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ലൈക്ക് നേരത്തെ നമ്മൾ ചെയ്തായിരുന്നില്ലേ, xi മൈനസ് മീൻ ആ വാല്യൂ ചെയ്യുക. ആൻഡ് വൈയുടെ കേസിലാണെങ്കിൽ ith എലമെന്റ് ഏതാണോ അത് മൈനസ് മീൻ. സോ ഡീവിയേഷൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ എന്ത് ചെയ്യണം, ഈ ഡീവിയേഷൻസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ കോവേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കണം. കോവേരിയൻസ് എങ്ങനെയാണ് കാണാൻ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ഡാഷ് ഇൻറ്റു yi മൈനസ് y ഡാഷ് ഓൾ ഡിവൈഡഡ് ബൈ n. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് ഓർ ഡേറ്റ എലമെന്റ്സ്. ദെൻ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ വൈയും കണ്ടുപിടിക്കണം. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ആർ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് y അല്ലേ, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവേ, അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഞാൻ ഡേറ്റാ സെറ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മള്. സോ ആസ് പെർ ദ പ്രൊസീജിയർ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഡു വി ഡു, നമ്മൾ ആദ്യം തന്നെ മീൻസ് കണ്ടുപിടിക്കണം. സോ ആദ്യം തന്നെ എക്സ് വാസ് ഈക്വൽ ടു 1 പ്ലസ് എക്സിന്റെ ആണ് ആദ്യം കാണുന്നത് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 3. യെസ് 3. ആൻഡ് ഇൻ കേസ് ഓഫ് വൈ ബാർ എന്ത് ചെയ്യുന്നു, 2 4 6 8 10 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിലും 5 എലമെന്റ്സ് ആണ്. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ ആവറേജ് ഓഫ് 6. അപ്പൊ നമ്മള് മീൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീവിയേഷൻസ് ആണ്. അതായത് xi മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. ദെൻ ഏതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, നമുക്ക് yi മൈനസ് വൈ ബാർ. ഓക്കെ, നമുക്ക് ഓരോ എലമെന്റ് ഇതിൻ്റെ നോക്കാവേ. ഫസ്റ്റ് ഡേറ്റാ സെറ്റിലെ നമ്മുടെ മീൻ എന്ന് പറയുന്നത് 3 ആണ്. സോ 1 മൈനസ് 3 ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതി കൂടിയത് ഈസി ആയിട്ട് -2, then എനിക്ക് 2 minus 1, then 0, then 1, then 2. Then അടുത്തത് yi minus y bar എന്ന് പറയുമ്പോൾ 2ഉം 6ഉം അല്ലേ. അപ്പം -4, then -2, then 0, then 2 and 4. Yeah, right. Yeah. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ഡീവിയേഷൻസ്. അപ്പൊ ഞാൻ ഡീവിയേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് വാല്യൂസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ 8 2 0 2 and 8 ആയിക്കോട്ടെ. ഇനി എന്ത് ചെയ്യണം, ഞാൻ കോവേരിയൻസ് കണ്ടുപിടിക്കണം. കോവേരിയൻസ് ഓഫ് എക്സ് വൈ. Then
എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള നേരത്തെ കിട്ടിയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ഡീവിയേഷൻസ് 8 + 2 + 0 + 2 + 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 10 10 20 4. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കണം. സോ ഇൻ ദാറ്റ് കേസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? നമുക്ക് സിഗ്മ ഓഫ് xi minus x bar whole square divided by n. ഇതിന്റെ റൂട്ട് അല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ y ആണെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫോർമുല yi മൈനസ് y ബാർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എക്സിന്റെ ഇതില് ഇതെങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക? നേരത്തെ നമ്മൾ xi മൈനസ് എക്സ് ബാർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ കണ്ട് അതിന്റെ സമ്മേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈ ഫസ്റ്റത്തെ ഈ ഒരു ലൈൻ കണ്ടില്ലേ, അതിലെ എലമെന്റ്സ് എല്ലാം ഞാൻ പിന്നെ ആഡ് ചെയ്യാൻ പോവാണ് സ്ക്വയർ ചെയ്തിട്ട്. 4 + 1 + 0 + 1 + 4 then divided by n എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, which is 5. And I have to find the root of this value, which will result in √2. Okay, similarly I'm trying to find the standard deviation of y in which എന്താണ് ഇതിന്റെ സ്ക്വയർ കണ്ടിട്ടുള്ള സം ആണ് എനിക്ക് വേണ്ടത്. സോ I have 16 + 4 + 0 + 4 + again 16 all divided by 5. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ 20 40 എന്ന് പറയുമ്പോൾ അപ്പൊ ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? 2 × √2. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. ഇനി കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുക. അതായത് r is equal to എങ്ങനെ എഴുതാം നമുക്ക്? 4 divided by √2. 2√2 × √2 is equal to, this will result in 1 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. r 1 ആണെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. നേരത്തെ നമ്മൾ 3 ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ, r is equal to 1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, r is equal to -1 ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് ഇൻ കേസ് ഓഫ് 0 നോ കോറിലേഷൻ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് സിലബസിൽ വരുന്നത് ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെന്റ് ബൈ റിഗ്രഷൻ? റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ let it be y, പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട് x. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്നിട്ടുള്ള എക്സിൽ നിന്നും നമ്മൾ വൈയുടെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഫോർമുല ഉണ്ട്. y is equal to a plus bx. a എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ്, അതായത് y വാല്യൂ when x equal to 0 ആയിക്കോട്ടെ. b എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ, അതായത് ചേഞ്ച് ഇൻ y ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ x. ഓക്കെ, ഇനി b എങ്ങനെയാണ് കാണുന്നത്? കോവേരിയൻസ് ബിറ്റ്വീൻ x ആൻഡ് y ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് x. ഇതിൽ കോവേരിയൻസ് കാണാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ വാട്ട് അബൌട്ട് വേരിയൻസ് ഓഫ് എക്സ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊന്നുമില്ല, xi മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ. അതിന്റെ സമ്മേഷൻ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ n ചെയ്യുന്നു. ഇനി a എന്താണ് പറഞ്ഞിട്ടുള്ളത്? a is equal to y ബാർ മൈനസ് b x ബാർ. ഇനി റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? മീൻസ് കണ്ടുപിടിക്കും. ഏതൊക്കെയാണ്? എക്സ് ബാറും വൈ ബാറും. ദെൻ വാട്ട് വിൽ വി ഡു? കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ദെൻ വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാലോ നമുക്ക്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ സ്ലോപ്പ് ബി കാൽക്കുലേറ്റ് ചെയ്യാണ്, വിച്ച് ഈസ് അതിന്റെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടു. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കലാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് നമുക്ക് ഓൾറെഡി അറിയാം. a is equal to
നേരത്തെ കണ്ടുപിടിച്ച വൈയുടെ മീനും അതുപോലെ തന്നെ മൈനസ് ബി ഇൻറ്റു എക്സ് ബാർ. ഓക്കെ, ദെൻ ഇനി വൈ എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഇത്രയായാൽ ലീനിയർ നമുക്ക് റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാവേ. സേ I have a data set which contains x as 1, 2, 3, 4, 5. Okay, and y is equal to 2, 4, then 5, 4, 5. ഇങ്ങനെയാണെന്ന് വെച്ചാൽ എക്സും വൈയും ഉണ്ട്, രണ്ടിൽ 5 എലമെന്റ്സ് വീതം ഉണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി വിൽ ഫൈൻഡ് ദ മീൻസ്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. വൈ ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 10, 18, 20. ഓക്കെ, 4 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കോവേരിയൻസ് കണ്ടുപിടിക്കണം ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സോ അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെത് എക്സ് ഐ മൈനസ് എക്സ് ബാറും വൈ ഐ മൈനസ് വൈ ബാറും കണ്ടുപിടിക്കണം. സോ ഞാനിത് കണ്ടുപിടിക്കുവാണേ. 3. അപ്പൊ ആ കേസിലെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 1 മൈനസ് 3 കിട്ടും ആദ്യത്തേത്. രണ്ടാമത്തേത് 2 മൈനസ് 4 വൈയുടെ കേസിൽ. നെക്സ്റ്റ് 2 മൈനസ് 3 വരും. ദെൻ 4 മൈനസ് 4 വരും. സിമിലർലി ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാം. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ടേമിൽ, എന്നിട്ട് സം ചെയ്യുക. കിട്ടുന്ന ഇതിന്റെ ആൻസർ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ അടുത്ത നെക്സ്റ്റ് ഇതുമായിട്ട് സം ചെയ്യുക. അവസാനം ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ all divided by n 5 ചെയ്യാം. സോ അപ്പൊ നമുക്ക് 0.2 ഏകദേശം വാല്യൂ കിട്ടും. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ 3 വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? ഈ കാണുന്ന ഡിഫറൻസിന്റെ സ്ക്വയർ കണ്ടിട്ട് അത് ഡിവൈഡഡ് ബൈ 5 അല്ലേ വരുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വേരിയൻസ് ഓഫ് എക്സ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സ്ലോപ്പ് ബിയുടെ വാല്യൂ കാണുവാണ്. ബി നമ്മൾ പറഞ്ഞായിരുന്നു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ കോവേരിയൻസ് 0.2 ഡിവൈഡഡ് ബൈ 2 വിച്ച് വിൽ റിസൾട്ട് ഇൻ 0.1. ഒരു ചെറിയൊരു കാര്യമുണ്ട്, കോവേരിയൻസ് കാണുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക കേട്ടോ. സോ ഹിയർ ഓൾസോ നെഗറ്റീവ് ആൻഡ് ദിസ് വൺ ഓൾസോ നെഗറ്റീവ്. നെഗറ്റീവ് 0.1 ആണ് നമുക്ക് വാല്യൂ വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഇന്റർസെപ്റ്റ് എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ വൈ ബാർ മൈനസ് ബി എക്സ് ബാർ. ഓക്കെ, സോ വൈ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. സോ 4 മൈനസ് ബി നമ്മൾ കണ്ടിട്ടുണ്ട് മൈനസ് 0.1 ഇൻറ്റു എത്രയാണ്? എക്സ് ബാർ അല്ലേ? എക്സ് ബാർ എത്രയാണ്? 3 അല്ലേ? 3. ഓക്കെ, സോ മൈനസും മൈനസും ക്യാൻസൽ ആയി പോകുന്നു. സോ 4 പ്ലസ് 0.3 എന്ന് കിട്ടും, which will result in 4.3. So നമുക്ക് സിക്സ്ത് സ്റ്റെപ്പിൽ റിഗ്രഷൻ ലൈൻ എങ്ങനെ എഴുതാം? y is equal to a plus b x അല്ലേ? അപ്പൊ എങ്ങനെയാണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് 4.3. ബി നമുക്കറിയാം 0.1 മൈനസ് 0.1 ആണ്. സോ ദിസ് വിൽ ബിക്കം മൈനസ് 0.1 എക്സ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു കണ്ടന്റ് അല്ലേ ഇത്ര നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് 2 മാർക്കിനാണ് നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടും നമ്മൾ മെൻഷൻ ചെയ്തു. ഒന്ന് മീൻ കാണാനുള്ളതും മറ്റത് കോഎഫിഷ്യന്റിന്റെ റേഞ്ച് പറയാനുള്ളതും. അപ്പം ഈസി ആയിട്ടുള്ള പാർട്ടാണ്. ഈസിലി നമുക്ക് ആ രണ്ട് മാർക്കിന് തന്നെ ഇനി വരുന്ന ഈ എക്സാമുകൾക്കും ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ 2 മാർക്ക് വെറുതെ കളയരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ എങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതുപോലെ ഫോർമുല പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ആൻഡ് if you have any
doubts, you can ask it in the comment section. Channel ഇതുവരെ subscribe ചെയ്തിട്ടില്ലാത്തവര് please do subscribe for such contents, and see you in the next video. Bye for now.